നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയെ പറ്റിയാണ്. ഈ പദ്ധതിയെ പറ്റി ഒരു ചോദ്യം നമ്മുടെ ഈ കഴിഞ്ഞ മെയ് 27 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ആ ചോദ്യം. അപ്പം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 2025-26 യൂണിയൻ ബജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണിത്. പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് എന്ത്? പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് ഈ പദ്ധതിയെ പറ്റി ഒന്ന് നോക്കാം. ഒരു ചോദ്യം നോക്കൂ ആദ്യം. 2025-26 യൂണിയൻ ബജറ്റിന്റെ തീം എന്താണ്? സബ്കാ വികാസ് എന്നാണ്. അതായത് എല്ലാവരുടെയും വികസനം എന്നുള്ളതാണ് നമ്മുടെ ഈ 2025-26 യൂണിയൻ ബജറ്റിന്റെ തീം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ബജറ്റിന്റെ പ്രസംഗവേളയിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബജറ്റ് എങ്ങനെയുള്ളൊരു ബജറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന വിഷൻ ഉണ്ടല്ലോ, ആ വിഷനിലേക്ക് എത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് നമ്മുടെ ഈ ബജറ്റ് എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വികസിത് ഭാരത് 2047 വിഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം 2047 അപ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തെ എന്താക്കി മാറ്റണം? നമുക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റണം. നമ്മുടെ രാജ്യം ഇപ്പം എന്താണ്? ഒരു ഡെവലപ്പിംഗ് കൺട്രി അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു ഡെവലപ്ഡ് കൺട്രി, വികസിത രാജ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ വികസിത് ഭാരത് 2024ന്റെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. വികസനം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം നോക്കൂ. 2025-26 യൂണിയൻ ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന 4 വികസന എഞ്ചിനുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? അപ്പം നമ്മൾ പറഞ്ഞു വികസനം ആണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അപ്പോൾ ആ വികസനത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 വികസന എഞ്ചിനുകൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് 4 എഞ്ചിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതേതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പോർട്സ്. ഇത് 4മാണ് 4 എഞ്ചിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസന എഞ്ചിനുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, MSME എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, നിക്ഷേപം, കയറ്റുമതി. അപ്പോൾ ഇതൊക്കെയാണ് വികസന എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം അതിലെ ആദ്യത്തെ വികസന എഞ്ചിനായ അഗ്രികൾച്ചർ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഈ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിൽ കൊണ്ടുവന്നത്. ബജറ്റിലെ കൃഷിക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി നിർദ്ദേശങ്ങൾ വെക്കുകയുണ്ടായി. അതിൽ ഒന്ന് മാത്രമാണ് എന്ത്? ഈ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ കൃഷിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റു കുറച്ച് നിർദ്ദേശങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമതയും പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയ പ്രത്യേക നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിലും ചിലപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്നത് ബജറ്റിൽ നിന്നും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? റൂറൽ പ്രോസ്പെറിറ്റി ആൻഡ് റീസൈലൻസ് പ്രോഗ്രാം, അതായത് ഗ്രാമീണ അഭിവൃദ്ധി. അതാണ് ഇവിടെ ഒരു അടുത്തൊരു നിർദ്ദേശമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്രാമീണ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തത, 6 ഇയർ മിഷൻ ഫോർ ആത്മനിർഭർത ഇൻ പൾസസ്. അതായത് ഇതൊരു 6 ഇയർ മിഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ ബജറ്റിൽ കൃഷിക്ക് വേണ്ടിയിട്ട് കൊടുത്ത നിർദ്ദേശങ്ങളാണ് കേട്ടോ. അതിൽ ഒന്നാമത്തേതായിട്ടുള്ള പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ മിഷൻ, അതായത് നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്സ്. ഇനി അഞ്ചാമത്തേത് എന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി ഉയർത്തി. അതാണ് മറ്റൊരു കാര്യം കൃഷിക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ. ഈ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അതാണ് മറ്റൊരു നിർദ്ദേശം. അടുത്ത എന്താണ്? ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി 2ാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. 2ാമത്തെ ജീൻ ബാങ്ക് ഇന്ത്യയിൽ സ്ഥാപിക്കും. അപ്പം ഈ 7 എണ്ണമാണ് പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് നമ്മുടെ യൂണിയൻ ബജറ്റിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് എന്ത് നമ്മൾ പറഞ്ഞ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന നമുക്ക് ചോദ്യമായിട്ട് വന്നത്. അത് നമുക്കൊന്ന് നോക്കാം, ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം. എന്താണ് ഈ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്നുള്ളതൊന്ന് നോക്കാം. എന്താണിത്? വിള ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിലാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതി എല്ലായിടത്തും നടപ്പിലാക്കുന്നില്ല. ആദ്യം എവിടെയാണ് നടപ്പിലാക്കുന്നത്? വിള ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളെ സെലക്ട് ചെയ്തിട്ട് അവിടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് ചോദ്യമായിട്ട് വന്നത്, എത്ര ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പം 100 ജില്ലകളെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ ദീർഘകാല ഹ്രസ്വകാല വായ്പകൾ സുഗമമാക്കാനും ഈ ഒരു പദ്ധതി നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, 1.7 കോടി കർഷകരെ ഈ പദ്ധതി സഹായിക്കും. അതാണ് ഉദ്ദേശം, ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കും അവർ ഈ കാര്യത്തിന് വേണ്ടിയിട്ട്? ഈ പദ്ധതിയിൽ വിളവൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുക. ചിലപ്പോൾ അടുത്ത നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും. അപ്പോൾ ആദ്യത്തെ എന്താണ് അവരുടെ ഉദ്ദേശം? വിളവൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താണ്? പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷം സംഭരണം വർദ്ധിപ്പിക്കുക. അപ്പം വിളവൈവിധ്യവൽക്കരണം ഒരു ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യമല്ല, ഈ ഒരു ലക്ഷ്യം കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പദ്ധതി പ്രകാരം ഇവർ സ്വീകരിക്കാൻ പോകുന്ന നടപടികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? വിളവൈവിധ്യവൽക്കരണമാണ്. അതിനുശേഷം എന്താണ്? നമ്മൾ ഓരോ തലങ്ങളിലും പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിലും വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുക. ഇനി അടുത്ത എന്താണ്? ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇനി അടുത്തൊരു പദ്ധതി എന്താണ്? ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക. അപ്പം ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയിൽ മെയിനായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം 100 ജില്ലകളെ തിരഞ്ഞെടുത്ത്, അതായത് വിളപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന, വിള ഉൽപ്പാദനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന 100 ജില്ലകളെ തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കും. അതായത് നമ്മുടെ എന്താണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ധൻധാന്യ കൃഷി യോജന. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഫോക്കസ് ഉള്ള സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവരുടെ ആ സൈറ്റിൽ കൊടുത്ത് ഞാനൊന്ന് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, 100 ഡിസ്ട്രിക്ട്സിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ലോ പ്രൊഡക്ടിവിറ്റി ഉള്ള 100 ഡിസ്ട്രിക്ട്സിലാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നൊക്കെ കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഇതാണ് നമ്മുടെ ചോദ്യം. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. വിള ഉൽപാദനക്ഷമത കുറഞ്ഞ 100 കാർഷിക ജില്ലകൾ. ഇനി അടുത്തത് നമ്മൾ രണ്ടാമതായിട്ട് യൂണിയൻ ബജറ്റിൽ കൃഷിക്ക് വേണ്ടി കൊടുത്ത നിർദ്ദേശമായിരുന്നു എന്ത്? റൂറൽ പ്രോസ്പെറിറ്റി ആൻഡ് റീസൈലൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ ഇത് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി കാർഷിക മേഖലയിലെ അണ്ടർ എംപ്ലോയ്മെന്റ് പരിഹരിക്കും. ഈ പദ്ധതി കാർഷിക മേഖലയിലെ അൺഎംപ്ലോയ്മെന്റ് അല്ല, അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണത് പരിഹരിക്കുന്നത്? അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. ഈ പദ്ധതിയിൽ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെയാണ്? മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വനിതകളെ, അതുപോലെ തന്നെ യുവ കർഷകരെ, യുവാക്കളെയും ഒക്കെയാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അവർക്കാണ് ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അണ്ടർ എംപ്ലോയ്മെന്റ് പരിഹരിക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? വൈദഗ്ധ്യം അഥവാ സ്കില്ലിംഗ് കൊടുക്കും, അവർക്ക് നിക്ഷേപം കൊടുക്കും, ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, കൃഷിയിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവിടെ ചെയ്യും. അപ്പം ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പദ്ധതി എന്ത് നടപ്പിലാക്കും? അണ്ടർ എംപ്ലോയ്മെന്റ് പരിഹരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് രണ്ടാമത്തെ
പദ്ധതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂണിയൻ ബജറ്റിൽ കൃഷിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. താഴെ ഇത് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ബജറ്റിൽ നിന്നും കൃഷിയിൽ നിന്നും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ പയർ വർഗ്ഗങ്ങളിലായിരിക്കും ദ മിഷൻ ഫോർ ആത്മനിർഭർത്ത ഇൻ പൾസസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക? ക്ലിയർ ആണോ ചോദ്യം? അതായത് അടുത്തൊരു പദ്ധതിയാണ് ദ മിഷൻ ഫോർ ആത്മനിർഭർത്ത ഇൻ പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന പൾസസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? തൂർ, ഉറാദ്, മസൂർ. തൂർദാൽ, ഉറാദ് ദാൽ, മസൂർ ദാൽ. ഈ 3 പൾസസിലാണ് ഈ ഒരു മിഷൻ പ്രകാരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വേറെ എവിടെ നിന്നും നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഈ പൾസസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ത്? ദ മിഷൻ ഫോർ ആത്മനിർഭർത്ത ഇൻ പൾസസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന 3 പൾസസ് ആണ്. ഏതൊക്കെയാണ്? തൂർദാൽ, ഉറാദ് ദാൽ, മസൂർ ദാൽ. എന്തൊക്കെയാണ് ഇത്? മലയാളത്തിൽ എന്തൊക്കെയാണ്? തൂർദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തുവരപ്പരിപ്പില്ലേ അത്. ഉറാദ് ദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഴുന്നുപരിപ്പ്. മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന പരിപ്പ് കേട്ടോ. അപ്പം ആ പേര് തന്നെ കിട്ടും. തൂർ തുവര, ഉറാദ് ഉഴുന്ന്, മസൂർ ദാൽ ചുവന്ന പരിപ്പ്. അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം ഇതാണ് മിഷൻ ഫോർ ആത്മനിർഭർത ഇൻ പൾസസ്. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതൊരു 6 വർഷത്തേക്കുള്ളൊരു മിഷനാണ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഒരു മിഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. യൂണിയൻ ബജറ്റിൽ കൊടുത്തിരിക്കുന്ന അടുത്തൊരു പദ്ധതിയാണിത്, മിഷൻ ഫോർ ആത്മനിർഭർത ഇൻ പൾസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 6 ഇയർ മിഷനാണ്. ഫോക്കസ് എവിടെയാണ്? തൂർദാൽ, ഉറാദ് ദാൽ ആൻഡ് മസൂർ ദാൽ. ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ, ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു നിർദ്ദേശമായിരുന്നു എന്ത്? നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിങ് സീഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈ ഈൽഡിങ് സീഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റിലൊന്നും നശിച്ചു പോകാതെ, പെസ്റ്റൊക്കെ അറ്റാക്ക് ചെയ്താലും നശിച്ചു പോകാത്ത തരത്തിലുള്ള ഹൈ ഈൽഡിങ് സീഡ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ കൂടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിങ് സീഡ്സ് കൊണ്ടുവരുന്നത്. അതായിരുന്നു അടുത്തൊരു നിർദ്ദേശം. ഇനി അടുത്ത എന്താണ്? നമ്മൾ പറഞ്ഞു കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി കൂട്ടി. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എത്രയാണ് കൂട്ടിയത് നമ്മളോട് ചോദിക്കാം. 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി. ഓക്കെ, വായ്പാ പരിധി എത്രയാക്കി കൂട്ടി? 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി. 3 ലക്ഷമായിരുന്നു കറണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി എന്ന് പറയുന്നത്. അത് എന്താക്കി മാറ്റി? 5 ലക്ഷമായിട്ട് കൂട്ടി. ഇനി അടുത്ത ഒരു നിർദ്ദേശമാണ് എന്ത്? ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു എന്താ പറയുക, സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രാമീണ ജനസംഖ്യയുടെയും വായ്പാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് എന്ത്? ഈ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് ആര് വഴിയാണ്? നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു സംഭവം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? SHG നമ്മൾ പറയത്തില്ലേ, സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ്സ്. SHG സ്വയം സഹായ സംഘങ്ങൾ അവരിലെ അംഗങ്ങൾക്കും വായ്പ ആവശ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത്. ആര് വഴിയാണ് കൊണ്ടുവരുന്നത്? പബ്ലിക് സെക്ടർ ബാങ്ക് വഴിയാണ് കൊണ്ടുവരുന്നത്. അപ്പം കൃഷിക്ക് വേണ്ടിയിട്ട് അടുത്തൊരു നിർദ്ദേശമാണെന്ത്? ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് ആര് ത്രൂ ആണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സ് വഴിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്? നമ്മുടെ സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, സ്വയം സഹായ സംഘങ്ങൾ, അതിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രാമീണ ജനങ്ങൾക്കും അവരുടെ വായ്പ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു നിർദ്ദേശമാണ് ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2ാമത്തെ ജീൻ ബാങ്ക് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇതുപോലത്തെ എന്താ പറയുക, 2ാമത്തെ ജീൻ ബാങ്ക് ആണ് കേട്ടോ. 1ാമത്തെ ജീൻ ബാങ്ക് എവിടെയാണ്? ഡൽഹിയിലാണ്. അത് ഓൾറെഡി 1996 വന്നു. അതിനുശേഷം നമ്മളിപ്പോൾ 2ാമത്തെ ജീൻ ബാങ്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എ ജീൻ ബാങ്ക് ഈസ് എ ഫെസിലിറ്റി വേർ ദ ജനറ്റിക് മെറ്റീരിയൽ ഫ്രം പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഈ സ്റ്റോർഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. നമുക്ക് നല്ല നമ്മൾ എന്താ പറയുക, വിത്തിനങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വിത്തിനങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഫ്യൂച്ചറിലേക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജീൻ ബാങ്ക് 2ാമതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതും ഈ ഒരു യൂണിയൻ
യൂണിയൻ ബജറ്റിൽ കൊണ്ടുവന്ന നിർദ്ദേശമാണ്.